എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് സെഷൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാക്ടീസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ കമ്പയർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്, ആ സെൻറ്റൻസിനെ നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്റൻസുകൾ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെയിം സെൻറ്റൻസിനെ നമ്മൾ കഴിഞ്ഞ ഒരു സമയത്ത് അതായത് പാസ്റ്റിൽ കഴിഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു അതെങ്ങനെ പറയുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെയിം തിങ് തന്നെ, അതേ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ ചെയ്യും എന്ന രീതിയിൽ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ മൂന്നും ചെയ്യുന്നു, ചെയ്യാറുണ്ട്, ചെയ്തു, ചെയ്യും അല്ലേ, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. കുറച്ച് എക്സാമ്പിൾസ് ഇട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് എന്താണ് ഒന്നുകൂടെ പെട്ടെന്ന് ഒരു സെൻറ്റൻസ് ഒന്ന് നോക്കാം. എന്താണ് ഞാനിപ്പോൾ പറയുന്നു, അതായത് ഞാൻ അവൾ അല്ലെങ്കിൽ അവൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ആ സെൻറ്റൻസ് നമ്മൾക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാം? അതായത് ഷീ അല്ലേ, അവൾ ഷീ ആവുന്നത് കൊണ്ട് എന്ത് വരുന്നു, വേക്ക്. അതായത് വേക്കിൻ്റെ കൂടെ എന്ത് വേണം, വെർബിൻ്റെ കൂടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് SOS വേണം. ഷീ വേക്സ് അപ്പ് അറ്റ് 6 o'clock in the morning every day. അവൾ എല്ലാ ദിവസവും 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത് അല്ലേ. ആ സെൻറ്റൻസിനെ നമ്മളെങ്ങനെ പാസ്റ്റിൽ പറയും? അവൾ ഇന്നലെ 6 മണിക്കാണ്, അവൾ ഇന്നലെ രാവിലെ 6 മണിക്കാണ് എഴുന്നേറ്റത്. ആ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ആ വേക്കിൻ്റെ എന്ത് ചെയ്യുന്നു, ആ വെർബിൻ്റെ സെക്കൻഡ് ഫോം ഇടുന്നു അല്ലേ, സെക്കൻഡ് ഫോം. അപ്പോൾ വേക്ക്, വോക്ക് അല്ലേ, വോക്ക്, അതാണ് അതിൻ്റെ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഷീ വോക്ക് അപ്പ് അറ്റ് 6 o'clock in the morning yesterday. ഇന്നലെ അവൾ 6 മണിക്കാണ് എഴുന്നേറ്റത് അല്ലേ, അതിൻ്റെ പാസ്റ്റ്. ഇനി അതിൻ്റെ ഫ്യൂച്ചർ, അവൾ നാളെ 6 മണിക്ക് എഴുന്നേൽക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ആ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അവിടെ പിന്നെ SOS ഒന്നും വേണ്ട. എങ്ങനെയാണ് അപ്പോൾ വരുന്നത്? ഷീ വിൽ വേക്ക് അപ്പ് അറ്റ് 6 o'clock in the morning tomorrow അല്ലേ. ഇത് മൂന്നുമാണ് അല്ലേ. ഫസ്റ്റ് ഫോം നമ്മൾ ആദ്യം ഉപയോഗിക്കുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട്, അവിടെ SOS വേണം. ചില സെൻറ്റൻസുകൾ, അതായത് സബ്ജക്റ്റ് പ്ലൂറലാണെങ്കിൽ SOS വേണ്ട, IU വന്നാലും SOS വേണ്ട. പക്ഷേ നമ്മളത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ സമയത്ത് ചെയ്തതിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് ഫോം മാത്രം ഉപയോഗിക്കുക, അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇനി ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അവിടെ ആ ഫസ്റ്റ് ഫോമിൻ്റെ കൂടെ വിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അവിടെയും വേറെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല, അവിടെയും SOSൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു അല്ലേ. ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. എന്താണ്? ഷീ വേക്സ് അപ്പ് അറ്റ് 6 o'clock in the morning every day. അവൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്നൊരു സെൻറ്റൻസ്. ഇനി നമ്മൾക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ, മനസ്സിലായോ? നമ്മളിപ്പോൾ ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്നാ പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നു, നീ അങ്ങനെ ചെയ്യാറുണ്ടോ? അതായത് ഈ സെൻറ്റൻസ്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? അവൾ എന്നും 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത് രാവിലെ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്? അതെങ്ങനെ ചോദിക്കാം നമുക്ക്? അവൾ എന്നും 6 മണിക്കാണോ എഴുന്നേൽക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്കെങ്ങനെ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഞാൻ ഇറച്ചി കഴിക്കാറുണ്ട്, നീ ഇറച്ചി കഴിക്കാറുണ്ടോ? അവർ ആഴ്ചയിലൊരിക്കൽ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ അല്ലേ? അവൾ നല്ലതുപോലെ പാടാറുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യത്തെ ആ സെൻറ്റൻസ് നോക്കാം. നമുക്ക് എന്താണ്? ഷീ വേക്സ് അപ്പ് അറ്റ് 6 o'clock in the morning every day. അവൾ എല്ലാ ദിവസവും 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അവൾ എല്ലാ ദിവസവും 6 മണിക്കാണോ എഴുന്നേൽക്കുന്നത്? എങ്ങനെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, ഒരു സിമ്പിൾ കാര്യമാണത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ വെർബ് ഏതാണ്? നമ്മൾ പറഞ്ഞു വേക്ക്. അവിടെ ഷീ ആയതുകൊണ്ട് അല്ലേ, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എന്ത് വന്നു? വേക്സ്. ശരിയല്ലേ? ഇനി നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞു വേക്ക് എന്ന് പറയുന്ന വെർബിനോടൊപ്പം സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് SOS ചേർക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കൂടുതൽ നമ്മൾ ഗ്രാമറിൻ്റെ അകത്തേക്ക് പോകണ്ട, സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കുക. യെസ് അല്ലെങ്കിൽ ES ചേർക്കുക. എന്നാൽ അത് അർത്ഥമാക്കുന്നത്, ഈ വേക്കിൻ്റെ കൂടെ SOS ചേർക്കുക എന്നാൽ അർത്ഥമാക്കുന്നത് വേക്കിൻ്റെ കൂടെ ഡസ് ചേർക്കുക എന്നുള്ളതാണ്. DOES, അതായത് വേക്ക് പ്ലസ് ഡസ്, അതാണ് വേക്സ്. മനസ്സിലായോ? വേക്ക് പ്ലസ് ഡസ്, അതാണ് വേക്സ്. ഓക്കെ ആയല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിൻ്റെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ കണ്ടോ, ഈ കിടക്കുന്ന, അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്താണ് ഇതിനെ നമ്മളിങ്ങനെ ഈ പ്ലസ് ഇട്ട് SOSനെ ഈ പ്ലസ് ഇട്ട് തന്നെ എഴുതി നോക്കാം. അതായത് ഷീ എന്താണ് അവിടെ വേക്സ് അല്ലേ വരേണ്ടത്? ഷീ വേക്സ് അപ്പ് എന്നല്ലേ വരേണ്ടത്? അപ്പോൾ ഷീ വേക്സിൻ്റെ അടുത്ത്
പ്ലസ് ഡസ് അല്ലേ, വേക്ക് പ്ലസ് ഡസ്. ഓക്കെ, അറ്റ് 6 o'clock in the morning every day. ഓക്കെ, ഈ സെൻറ്റൻസിൽ നമ്മൾ ഈ ഡസിനെ എന്ത് ചെയ്യുന്നു, ഈ ഡസിനെ നമ്മൾ ഇനി വലിച്ചിട്ട് എവിടെ ആക്കുന്നു, ഇതിൻ്റെ ഈ സെൻറ്റൻസിനെ ഫ്രണ്ടിൽ കൊണ്ടിടുന്നു. അപ്പോൾ എന്തായി ഡസ് ഷീ. ഇനി ബാക്കി ഇവിടെ എന്തേ ഉള്ളൂ, ആ വേക്ക് പ്ലസ് ഡസ് എന്ന് എഴുതിയിടത്തുനിന്ന് ആ ഡസിഞ്ഞ് പോരുന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, വേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡസ് ഷീ വേക്ക് അപ്പ് അറ്റ് 6 o'clock in the morning every day. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ അവസാനം കൊടുക്കണം. അപ്പോൾ എന്തായി, ക്വസ്റ്റ്യൻ ആയി. കണ്ടോ? അപ്പോൾ എന്താ അവിടുത്തെ ക്വസ്റ്റ്യൻ, ഡസ് ഷീ വേക്കപ്പ് അറ്റ് 6 o'clock in the morning every day. അതിൻ്റെ അർത്ഥം എന്താണ്, അവൾ എല്ലാ ദിവസവും 6 മണിക്കാണോ എഴുന്നേൽക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പോൾ SORES കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വെർബിൻ്റെ കൂടെ ഡസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇടുന്നു. മനസ്സിലായോ? ഇനി ഈ ഡസിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഈ ഡസിനെ എന്ത് ചെയ്യുന്നു, നേരെ കൊണ്ടുപോയി ഫ്രണ്ടിൽ ഇടുന്നു. ക്വസ്റ്റ്യനായി, പക്ഷേ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വിട്ടേക്കണം. അപ്പോൾ എന്തായി, അത് ക്വസ്റ്റ്യനായിട്ട് മാറി. വേറെ ഒരു പ്രോബ്ലവും അല്ലെങ്കിൽ വേറെ ഒരു സംഗതികളും അവിടെ ഇല്ല. മനസ്സിലായോ? ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പഠിച്ചാൽ അതങ്ങ് പൂർണ്ണമാകും. എന്താണ്? അപ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്ന് പറയാനറിയാം. നീ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണോ എഴുന്നേൽക്കുന്നത് എന്ന് ചോദിക്കാനും ഇപ്പോൾ പഠിച്ചു. ഇനി ഒന്നുകൂടെ പഠിക്കണം. എന്താണ്? അല്ല, ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കല്ല എഴുന്നേൽക്കുന്നത്. അതിൻ്റെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതങ്ങ് പൂർണ്ണമായി. അപ്പോൾ വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് നോക്കാം. ആ സെൻറ്റൻസ് എങ്ങനെയാണ്? നമ്മൾ ആ എഴുന്നേൽക്കാറുണ്ട് എന്ന് പറയുന്നത് ഷീ വേക്സ് അപ്പ് അറ്റ് 6 o'clock in the morning every day. ഷീ വേക്സ് അപ്പ് അറ്റ് 6 o'clock in the morning every day. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഈ ഡസിൻ്റെ കൂടെ ഈ ഡസ്, അതായത് വേക്ക് പ്ലസ് ഡസ് ആണ്, അല്ലെങ്കിൽ ഡസ് പ്ലസ് വേക്കാണ് എന്ത്, ഈ വേക്സ് എന്ന് പറയുന്നത്. ഡസ് പ്ലസ് വേക്കാണ് വേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡസിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ നെഗറ്റീവുമായി. സിമ്പിളാണ്. അപ്പോൾ എങ്ങനെ വരും, ഷീ ഡസ് നോട്ട് വേക്ക് അപ്പ് അറ്റ് 6 o'clock in the morning every day. മനസ്സിലായോ? അപ്പോൾ അതിന് നെഗറ്റീവായി. അവൾ എല്ലാ ദിവസവും 6 മണിക്കല്ല എഴുന്നേൽക്കുന്നത്. മനസ്സിലായോ? ഇനി ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചോ, ഈ ഡസ് നോട്ട് എന്ന് മുറിച്ച് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി, അതിനെ ചേർത്തെഴുതാം. ഡസ് നോട്ടിനെ ചേർത്ത് ഡസിൻ്റെ. അതാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഡസിൻ്റെ. അപ്പോൾ ഷീ ഡസൻറ്റ് വേക്ക് അപ്പ് അറ്റ് 6 o'clock in the morning every day. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആ ഒരു എന്തായി, അത് പൂർണ്ണമായി. അതായത് അവൾ എല്ലാ ദിവസവും 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അവൾ എല്ലാ ദിവസവും 6 മണിക്കാണോ എഴുന്നേൽക്കുന്നത്? അവൾ എല്ലാ ദിവസവും 6 മണിക്കല്ല എഴുന്നേൽക്കുന്നത്. മനസ്സിലായോ? എന്ത് സിമ്പിളാണ് നോക്കി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനുമായി നെഗറ്റീവുമായി, സ്റ്റേറ്റ്മെൻറ്റായി ക്വസ്റ്റ്യനായി നെഗറ്റീവായി എല്ലാം ആയി. മനസ്സിലായോ? ഓക്കെ, ഇനി അതിൻ്റെ പിന്നെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മൈ ഫാദർ, ഞാൻ നേരത്തെ പറഞ്ഞൊരു സെൻറ്റൻസ്, മൈ ഫാദർ കോൾസ് മീ വൺസ് ഇൻ എ വീക്ക്. എൻ്റെ അച്ഛൻ എന്നെ ആഴ്ചയിലൊരിക്കൽ വിളിക്കാറുണ്ട്. ഓക്കെ, എൻ്റെ അച്ഛൻ എന്നെ ആഴ്ചയിലൊരിക്കൽ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? നിൻ്റെ അച്ഛൻ അല്ലേ, നിൻ്റെ അച്ഛൻ നിന്നെ ആഴ്ചയിലൊരിക്കൽ വിളിക്കാറുണ്ടോ? നിൻ്റെ അച്ഛൻ നിന്നെ ആഴ്ചയിലൊരിക്കൽ വിളിക്കാറുണ്ടോ? എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇവിടെ കോൾസ് അല്ലേ, അപ്പോൾ കോൾസിൻ്റെ അടുത്ത് എന്താ വരിക? കോൾസ് എങ്ങനെയായി? ഡസ് പ്ലസ് കോളാണ് കോൾസ് ആവുന്നത് അല്ലേ, ഡസ് പ്ലസ് കോൾ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഡസിനെ എടുത്ത് സെൻറ്റൻസിൻ്റെ ആദ്യം ഇടുന്നു. ഇനി ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മൈ ഫാദർ എന്നാണ് പറഞ്ഞത്, എൻ്റെ അച്ഛൻ എന്നെ ആഴ്ചയിലൊരിക്കൽ വിളിക്കാറുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ അച്ഛൻ എന്നെ ആഴ്ചയിലൊരിക്കൽ വിളിക്കാറുണ്ടോ എന്ന് എന്നോട് തന്നെ ചോദിക്കില്ല. അതുകൊണ്ട് വേണേൽ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ അങ്ങ് എന്താണ്, നിൻ്റെ അച്ഛൻ എന്നാക്കാം. മനസ്സിലായില്ലേ? അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അത് ചോദിക്കുന്ന ഒരു രീതി അനുസരിച്ച് പറയുന്നതേ ഉള്ളൂ, അല്ല അതിനകത്ത് വലിയ ഗ്രാമറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ എന്നാക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അപ്പോൾ ഡസ് അടുത്ത് ആദ്യം ഇട്ടു, നിൻ്റെ അച്ഛൻ യുവർ ഫാദർ. അപ്പോൾ ഡസ് യുവർ ഫാദർ കോൾ യു വൺസ് ഇൻ എ വീക്ക്? നിൻ്റെ അച്ഛൻ ആഴ്ചയിലൊരിക്കൽ നിന്നെ വിളിക്കാറുണ്ടോ? കണ്ടോ, സിമ്പിളായി. ഡസ് യുവർ ഫാദർ ഡസ് യുവർ ഫാദർ കോൾ യു വൺസ് ഇൻ എ വീക്ക്? ആഴ്ചയിലൊരിക്കൽ നിൻ്റെ അച്ഛൻ നിന്നെ വിളിക്കാറുണ്ടോ? ഇനി അതിൻ്റെ നെഗറ്റീവ് എന്ത് എളുപ്പമാണ് അല്ലേ? മൈ ഫാദർ എന്താണ്, ഡസിൻ്റെ അടുത്ത് നോട്ട് ചേർക്കുക. മൈ ഫാദർ ഡസ് നോട്ട് ചേർത്ത് എഴുതുമ്പോൾ മൈ ഫാദർ ഡസൻ കോൾ മീ, എന്നെ വിളിക്കാറില്ല. മൈ ഫാദർ ഡസൻ കോൾ മീ വൺസ് ഇൻ എ വീക്ക്. എൻ്റെ അച്ഛൻ എന്നെ ആഴ്ചയിലൊരിക്കൽ വിളിക്കാറില്ല. സിമ്പിൾ അല്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ്, എൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറുണ്ട്. എൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറുണ്ട്. എങ്ങനെ പറയാം നമുക്ക്? മൈ സിസ്റ്റർ സിങ്സ് വെരി വെൽ അല്ലേ? എൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറുണ്ട്. അപ്പോൾ എന്തായി, അവിടെ സിങ്സിൻ്റെ അടുത്ത് ഡസ് പ്ലസ് സിങ് ആണ്.
ശരിയല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? നിൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറുണ്ടോ? ഡസ് യുവർ സിസ്റ്റർ സിങ് വെരി വെൽ? ഡസ് യുവർ സിസ്റ്റർ സിങ് വെരി വെൽ? എപ്പോഴും ശ്രദ്ധിച്ചോണം, ആ ഡസ് പ്ലസ് സിങ് ആണ് വരുന്നത്, സിങ്സ് എന്ന് പറയുന്നത്. അവിടുന്ന് ആ ഡസ് അടുങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് പറയരുത്? സിങ്സ് പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഡസ് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തേ ഉള്ളൂ? സിങ് മാത്രമേ ഉള്ളൂ. അതെല്ലാ സെൻറ്റൻസുകളിലും ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ SORES അവിടെ ഉണ്ടാവില്ല. ആ ഡസ് എടുത്ത് നമ്മൾ SORES എന്ന് പറഞ്ഞാൽ ഡസ് ആണ്, അതെടുത്ത് മാറ്റി. അപ്പോൾ അവിടെ സിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡസ് യുവർ സിസ്റ്റർ സിങ് വെരി വെൽ? ഓക്കെ. ഇനി അതിൻ്റെ നെഗറ്റീവ് എന്താണ്? നെഗറ്റീവ് എങ്ങനെ പറയാൻ പറ്റും? മൈ സിസ്റ്റർ ഡസ് നോട്ട്. അപ്പോൾ അവിടെ ചേർത്ത് പറയുമ്പോൾ മൈ സിസ്റ്റർ ഡസൻ സിങ് വെരി വെൽ. ഓക്കെ, എൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറില്ല. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ SORES വളരെ സിമ്പിളല്ലേ? ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ, നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലുള്ള സെൻറ്റൻസുകൾ, ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾ തനിയെ വെർബുകൾ നിങ്ങൾ അതുപോലെ പിന്നെ സബ്ജക്ട്സുകൾ മാറ്റിയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പിക്കുക. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നു, അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത്? ദേ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. ശരിയല്ലേ? ദേ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, അവിടെ എന്താണ്? അവിടെ ഈ പ്ലേ നേരത്തെ SORES ഉണ്ടായതുകൊണ്ട് അവിടെ ഡസ് വന്നു. ഇപ്പോൾ അവിടെ SORES ഇല്ല, പ്ലേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഒരു സാധനമാണ്, അതിനുള്ളിൽ തന്നെ കിടപ്പുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല, പക്ഷേ അവിടെ കിടക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഡു. എന്താണ്? ഡു എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ അറിയുന്നു വേണ്ട. അതിൻ്റെ ഓക്സിലറി അത് വേറെ കുറേ പറയാനുണ്ട്, അതൊന്നും നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ആ SORES ഇല്ലെങ്കിൽ അവിടെ ഡു കിടപ്പുണ്ട്. ഡു പ്ലസ് പ്ലേ. മനസ്സിലായോ? നേരത്തെ നമ്മൾ ഡസ് പ്ലസ് എന്താണ്? ഇപ്പം വെർബ് പ്ലേ ആണെങ്കിൽ ഡസ് പ്ലസ് പ്ലേ എന്ന് പറയുമായിരുന്നു. പക്ഷേ അവിടെ SORES ഇല്ലാത്തതുകൊണ്ട് ഡു അവിടെ അതിനുള്ളിൽ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക, അതിനെ അങ്ങോട്ട് എടുത്ത് പുറത്തിടുക. ഡു പ്ലസ് എന്താണ്? പ്ലേ. മനസ്സിലായോ? അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത് പോയല്ലോ. അപ്പോൾ എന്താ? ഈ ഡു എടുത്തെന്ത് ചെയ്യുക? ആദ്യം ഇടുക. ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ? അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഉണ്ടോ? ഡു ദേ പ്ലേ ക്രിക്കറ്റ് എവരി ഡേ? അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ഇനി എന്താണ് അതിൻ്റെ നെഗറ്റീവ്? സിമ്പിൾ അല്ലേ? ദേ ഡൂവിൻ്റെ കൂടെ എന്ത് ചേർക്കുന്നു? നോട്ട്. ദേ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. ആ ഡു നോട്ടിനെ നമ്മൾ ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും? ഡോണ്ട്. DONT. ദേ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എവരി ഡേ. ഓക്കെ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ അച്ഛനമ്മമാർ, എൻ്റെ പേരൻസ് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം? മൈ പേരൻസ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. എൻ്റെ അച്ഛനമ്മമാർ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ സ്പീക്കാണ്. അപ്പോൾ അവിടെ ഡു ഉണ്ട് അല്ലേ? ഡു പ്ലസ് സ്പീക്കാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഡു യുവർ പേരൻസ്. മൈ പേരൻസ് എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം നമ്മളത് മാറ്റുന്നതേ ഉള്ളൂ. ഡു യുവർ പേരൻസ് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ? ക്വസ്റ്റ്യൻ മാർക്ക്. മൈ പേരൻസ് ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. എൻ്റെ അച്ഛനമ്മമാർ നല്ല ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. മനസ്സിലായോ? എൻ്റെ അച്ഛനമ്മമാർ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. നിൻ്റെ അച്ഛനമ്മമാർ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? എൻ്റെ അച്ഛനമ്മമാർ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. മനസ്സിലായോ? അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എൻ്റെ പെങ്ങന്മാർ, എൻ്റെ സഹോദരിമാർ നല്ലതുപോലെ ഡാൻസ് ചെയ്യാറുണ്ട്. എങ്ങനെ പറയാം? മൈ സിസ്റ്റേഴ്സ് ഡാൻസ് വെരി വെൽ. ശരിയല്ലേ? അപ്പോൾ അവിടെ ഡാൻസിൻ്റെ അടുത്ത് എന്ത് കിടപ്പുണ്ടോ? ഡു പ്ലസ് ഡാൻസ് ആണ് അല്ലേ? അപ്പോൾ ഡു യുവർ സിസ്റ്റേഴ്സ് ഡാൻസ് വെരി വെൽ? നിൻ്റെ സിസ്റ്റേഴ്സ് നല്ലതുപോലെ ഡാൻസ് ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? ഇനി അതിൻ്റെ നെഗറ്റീവ് എങ്ങനെ വരും? മൈ സിസ്റ്റേഴ്സ് ഡു നോട്ട്. അപ്പോൾ അതിനെ ചേർത്ത് പറയുമ്പോൾ ഡോണ്ട്. മൈ സിസ്റ്റേഴ്സ് ഡോണ്ട് ഡാൻസ് വെരി വെൽ. എൻ്റെ സിസ്റ്റേഴ്സ് നല്ലതുപോലെ ഡാൻസ് ചെയ്യാറില്ല. മനസ്സിലായോ? എന്ത് സിമ്പിളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയ എന്താണ്? ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്ന രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ തുടങ്ങും? ഒന്നുകിൽ ഡസിൽ തുടങ്ങും, ഇല്ലെങ്കിൽ ഡൂയിൽ തുടങ്ങും. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളതിൽ ഒന്ന് മാത്രമേ ആവുള്ളൂ, വളരെ ചെറിയ ഒരെണ്ണം. അപ്പോൾ ചെയ്യുന്നോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ അല്ലേ? ഇപ്പോൾ ചെയ്യുന്നോന്നോ, ഇന്നലെ ചെയ്തോന്നോ, നാളെ ചെയ്യുമോന്നോ ഒന്നും അല്ല. സാധാരണഗതിയിൽ ജനറലായിട്ട് നീ അങ്ങനെ ചെയ്യാറുണ്ടോ? നീ വരാറുണ്ടോ? നീ പോകാറുണ്ടോ? നീ കളിക്കാറുണ്ടോ? നീ ഇറച്ചി കഴിക്കാറുണ്ടോ അല്ലേ? അവൻ നിന്നെ വിളിക്കാറുണ്ടോ? നീ എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഉറങ്ങാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നോ ചെയ്യാറുണ്ടോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ച് ചോദിക്കുക. അത് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ വളരെ സിമ്പിളാണ്. SORES ഉണ്ടെങ്കിൽ ഡസ് ആണ്, SORES ഇല്ല എങ്കിൽ ഡു ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് എന്താണ്? അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരുന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇത് നമ്മളെന്താണ് സംസാരിക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഓക്കെ, അതായത്
നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ഒരു ഇംഗ്ലീഷുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ടങ് പ്രാക്ടീസ്. അത് ഞാൻ നേരത്തെ ആദ്യത്തെ സെഷനുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബ്രെയിനിലിരിക്കും, പക്ഷേ ഒരിക്കലും അത് നാവിലേക്ക് വരില്ല. നാവിലേക്ക് വരണമെങ്കിൽ ടങ് പ്രാക്ടീസ് വേണം. അപ്പോൾ അതിന് ബ്രെയിനും നാവും തമ്മിലൊരു കോർഡിനേഷൻ വേണം. ആ കോർഡിനേഷൻ എങ്ങനെ കിട്ടും? പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇംഗ്ലീഷിന് പല അഡ്വർടൈസ്മെൻറ്റ്സും നമ്മൾ പലയിടത്തും കാണാറുണ്ട്. ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, ഒരുപാട് കുറുക്ക് വഴികളുണ്ട്, അങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കുറുക്ക് വഴികൾ എൻ്റെ അടുത്ത് പേഴ്സണലി പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുമുണ്ട്, ഇങ്ങനെയുള്ള ഒരു കുറുക്ക് വഴികളും കാര്യങ്ങളും എൻ്റെ കയ്യിലില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾ സംസാരിച്ചിരിക്കും. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ നമുക്ക് സംസാരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിൻ്റെ എളുപ്പ വഴികളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഇംഗ്ലീഷിൽ ഒരുപാട് പഠിക്കാൻ കിടക്കുന്ന കാര്യങ്ങളെ അത്യാവശ്യമുള്ളതായിട്ട് തരംതിരിച്ച് വളരെ ഷോർട്ടാക്കിയിട്ട് അതിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് നമ്മൾ ആ സ്ട്രക്ചേഴ്സ് അതിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുന്നോട്ടുള്ള സെഷനുകളിൽ കൃത്യമായിട്ട് ഞാൻ ഓരോ സ്ട്രക്ചേഴ്സും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു സ്ട്രക്ചേഴ്സ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ട്രക്ചേഴ്സ് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ല. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ സെൻറ്റൻസുകൾ, ഒരു സ്ട്രക്ചർ കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊരു 100 സെൻറ്റൻസ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മളിനി എന്തൊക്കെ തന്നാലും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ആദ്യം 1-2 മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാവോ, എത്ര സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാവോ അത്രത്തോളം ക്രിയേറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തോളൂ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പറിൽ മലയാളം മാത്രം എഴുതും. അതിനെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാവും, വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇതെൻ്റെ ക്ലാസ്സാണ്, ഞാൻ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പേപ്പറിൽ എന്ത് ചെയ്യുക, മാക്സിമം മലയാള സെൻറ്റൻസുകൾ എഴുതുക. എങ്ങനെ എഴുതും? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ എല്ലാ ദിവസവും 6 മണിക്കാണ് എഴുന്നേക്കാറുള്ളത്. ഞാൻ എല്ലാ ദിവസവും 6 മണിക്കാണ് എഴുന്നേക്കാറുള്ളത്. നീ അതിൻ്റെ ക്വസ്റ്റൻ എഴുതുക. നീ മലയാളം ക്വസ്റ്റൻ എഴുതുക. നീ എല്ലാ ദിവസവും 6 മണിക്കാണോ എഴുന്നേക്കാറുള്ളത്? ഞാൻ എല്ലാ ദിവസവും 6 മണിക്കല്ല എഴുന്നേക്കാറുള്ളത്. ഓക്കെ. ഇനി അവിടെ ഇംഗ്ലീഷ് അതിൻ്റെ കൂടെ എഴുതരുത്. ഇനി അടുത്തത്, എൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറുണ്ട്. നിൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറുണ്ടോ? എൻ്റെ സിസ്റ്റർ നല്ലതുപോലെ പാട്ട് പാടാറില്ല, അല്ലേ? എൻ്റെ പേരൻസ് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. നിൻ്റെ പേരൻസ് നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഇല്ല, എൻ്റെ പേരൻസ് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല. അവർ ആഴ്ചയിലൊരിക്കൽ എന്നെ വിളിക്കാറുണ്ട്. അവർ ആഴ്ചയിലൊരിക്കൽ നിന്നെ വിളിക്കാറുണ്ടോ? ഇല്ല, അവർ ആഴ്ചയിലൊരിക്കൽ എന്നെ വിളിക്കാറില്ല. ഈ രീതിയിൽ 100 കണക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം എക്സാമ്പിൾസ് ഈ ഒരു സെഷനിലെ അങ്ങോട്ട് എഴുതുക. മറ്റൊരു പേപ്പറിൽ അല്ലെങ്കിൽ മറ്റൊരു ബുക്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് എഴുതുക. ഇത്രയും എഴുതുമ്പം തന്നെ നിങ്ങൾ നല്ല എന്തായി കഴിഞ്ഞു, അത്യാവശ്യം നല്ലൊരു ധാരണ മനസ്സിൽ വന്നു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇനി ഈ ഒരു മലയാളം മാത്രം എടുത്ത് മുമ്പോട്ട് വെക്കുക, വായിക്കുക. എന്താണ്? ഞാൻ എല്ലാ ദിവസവും 6 മണിക്കാണ് എഴുന്നേക്കാറുള്ളത്. പെട്ടെന്ന് തന്നെ എൻ്റെ ആൻസർ പറയാം. എന്താണ്? ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock in the morning every day. ആദ്യം സ്പീഡ് കിട്ടത്തില്ല. സ്പീഡെന്ന് പറയുന്നൊരു സംഭവമല്ല, സ്പീഡല്ല ഫ്ലുവൻസി. നമ്മൾ സ്പീഡിൽ സംസാരിക്കുന്നതല്ല ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി എന്ന് പറയുന്നത്. പക്ഷേ ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ സ്പീഡിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ഐ വേക്കപ്പ് അറ്റ് 6 o'clock in the morning every day, ഇല്ലേ? എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? നീ എല്ലാ ദിവസവും 6 മണിക്കാണോ എഴുന്നേക്കാറുള്ളത്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് നോക്കരുത്, നമ്മൾ ഈ മലയാളം മാത്രമേ നോക്കാവുള്ളൂ. നീ എല്ലാ ദിവസവും 6 മണിക്കാണോ എഴുന്നേക്കാറുള്ളത്? ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning every day, അല്ലേ? എന്നിട്ട് അടുത്ത, ഞാൻ എല്ലാ ദിവസവും 6 മണിക്കല്ല എഴുന്നേക്കാറുള്ളതിനോ ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning every day. അപ്പോൾ മലയാളം വായിക്കുക, അതിൻ്റെ ഇംഗ്ലീഷ് പറയുക. എന്നിട്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ല അവിടെ നോക്കുക, അല്ലെങ്കിൽ അത് നോക്കരുത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു 10 തവണ ചെയ്യുമ്പോൾ, എന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം, സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് പല തവണ മാറിയും തിരിഞ്ഞു വരിക. ഒരു 10 തവണ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡു ആണോ ഡെസ് ആണോ, സബ്ജക്റ്റ് സിംഗിൾ ആണോ ആണെങ്കിൽ അവിടെ സോറിയസ് വേണം, പ്ലൂറൽ ആണെങ്കിൽ വേണ്ട, ഐ യു എന്ന് വേണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു സെൻറ്റൻസ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളവിടെ സബ്ജക്റ്റ് നോക്കുന്നു, എസോറിയസ് വേണം, ഇങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിനിൽ അത്രയും വർക്കുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാവിലേക്ക് വരുന്നത്. പക്ഷേ നിങ്ങളിത് ത്രൂ ഔട്ട് നിങ്ങളങ്ങോട്ട് ഇരുന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു 2 മണിക്കൂറോളം നിങ്ങൾ ഇത് മാത്രം ഇരുന്ന് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവസാനം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും, അതിൻ്റെ ഒരു ഫീൽ വരും. അതായത് മലയാള സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നാവിൽ എന്ത് വന്നു കഴിഞ്ഞു, അവിടെ എസോറിയസും വേണമെങ്കിലും വേണ്ടെങ്കിലും ഒക്കെ അവിടെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കറക്റ്റ് സെൻറ്റൻസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിരിക്കും. അത് പ്രാക്ടീസ് കൊണ്ടാണ്.
അപ്പോൾ ആവർത്തിച്ച് എന്ത് ചെയ്യുക, ഈ മലയാളം ആവർത്തിച്ച് വായിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോവുക. അതൊരു അത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ നമ്മൾ നേരിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെ ഞാൻ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു മെത്തേഡാണ്. അത് നല്ല റിസൾട്ട് കണ്ടിട്ടുമുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനും നാവും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. ആ കോർഡിനേഷൻ ഇങ്ങനെ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ മലയാള സെൻറ്റൻസുകൾ ഇത്ര എഴുതി വെക്കാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിൽ നമ്മൾ ഓർത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് സെൻറ്റൻസുകൾ കിട്ടില്ല. ഒരു പരിമിതിയുണ്ട്. പക്ഷേ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഏത് രീതിയിലായാലും മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെർബുകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്റ്റുകളും ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു സെഷൻ നല്ല ക്ലിയർ ആക്കുക, നല്ല ഫ്ലുവൻ്റ് ആക്കുക, നാവിന് നല്ല ടങ് പ്രാക്ടീസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വേറൊരു സെഷനിലേക്ക് വേറൊരു സെഷൻ വരുന്നത് വരെ അതുവരെ നമസ്കാരം.